പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ ഒരു വചനം കണ്ടില്ലേ? ഇന്നലെ എന്ത് വചനം കണ്ടേ? സഭാപ്രസംഗി 7:29. അതൊന്ന് വായിച്ചേ. ഇന്നലെ വായിച്ചത് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പൊ ഈ സങ്കീർണത ഉണ്ടാക്കണില്ലേ ജീവിതത്തില് വളരെ ലളിതമായൊരു ജീവിതമായിരുന്നു. അതിന് സങ്കീർണത ഉണ്ടാക്കിയത് ആരാണ്? ദൈവമല്ല, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കിച്ചായിരിക്കും. ജീവിതം സങ്കീർണമാകുന്നതിനോട് ദൈവം ഒരു വിമുഖതയുള്ള ആളാണ്. ജീവിതമേ, കാര്യം ജീവിതം ബേസിക്കായിട്ട് സങ്കീർണമല്ല, അത് ലളിതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളാണ് നമ്മുടെ ജീവിതത്തിന് സങ്കീർണമാക്കിയതെന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ അല്ലാത്ത വഴികൾ തിരഞ്ഞെടുത്തു. അത് പറയല്ല, എൻ്റെതല്ലാത്ത പദ്ധതികൾ നിരൂപിച്ചവർക്ക് ദുരിതം വന്നു. എടുത്തേ യെശയ്യാ 30:1 കർത്താവ് അരുളി ചെയ്യുന്നു, എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടി. അതാണ് ജീവിതത്തെ സങ്കീർണമാക്കണം എന്ന് പറയുന്നത്. പാപം കുന്നുകൂട്ടി എന്ന് പറയുമ്പോൾ പാപം കുന്നുകൂട്ടുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഓർക്കുക, അത് ദൈവത്തിൻ്റെ അല്ലെന്ന്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോരെ? വിവേചനമായിട്ട് പരിശുദ്ധാത്മാവ് ദാനം വേണോ? പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ഈ ദുരിതം ഉണ്ടാക്കുകയും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് പാപങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ആ പദ്ധതി നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് സഭാപ്രസംഗം 7:29 പറയുന്ന പോലെ ദൈവം സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടി കൊണ്ടാണ് ഈ പാപം കുന്നുകൂടിയതും ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഉണ്ടാക്കിയതും. അപ്പോൾ ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഒരു ബന്ധം, അത് വിവാഹബന്ധമായാലും മനസ്സമ്മതമായാലും നിനക്കിഷ്ടപ്പെട്ടാൽ നല്ല ചിന്തിക്കേണ്ടത് ദൈവത്തിൽ നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. കുറേയൊക്കെ നമ്മൾ പലവട്ടം പ്രാർത്ഥിക്കേണ്ടി വരും. പലവട്ടം അതിൻ്റെ ഓരോ വിശദാംശം കിട്ടാൻ വേണ്ടിയേ, ഡീറ്റെയിൽഡ് വിശദാംശം കിട്ടാൻ വേണ്ടി പെറ്റ് സ്കാനിങ് ഉണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജനറൽ മെസ്സേജ് കിട്ടും, ഡീറ്റെയിൽ കിട്ടത്തില്ല. അപ്പോൾ പെറ്റ് സ്കാനിങ് പോലെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ആ വിഷയം പ്രാർത്ഥിച്ചു പോകണം. അത് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നതൊക്കെ അന്വേഷിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. സ്റ്റിക്ക് ഓൺ ചെയ്താലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവപദ്ധതി അറിയാത്ത അന്ധന്മാരായിട്ട് മാറും. അപ്പം അതെന്താ വിഷയം? അങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഒരു വിഷയം വന്ന് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ചെയ്യണത്, ഇപ്പോൾ എനിക്കൊരു വിഷയം വന്നു, എനിക്കത് ഗെറ്റ് ത്രൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ ദിവ്യകുർബാന എടുത്തിരിക്കും. എന്തിനാ അങ്ങനെ ഇരിക്കണത്? നമുക്കറിയാം
അത് ആ ഇരിപ്പിന് കുറേ വചനങ്ങളുണ്ട്. കാര്യം നിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ എവിടെ പോകും? പത്രോസ് ചോദിക്കണില്ലേ, നീ അല്ലാതെ ഞങ്ങൾ എവിടെ പോകും? പത്രോസിന്റെ വല്ലാത്ത ചോദ്യങ്ങൾ ഒരെണ്ണമാണത്. അടുത്ത അവതരെടുത്ത് യോഹന്നാൻ 6:68. 6:68. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അപ്പൊ നിന്റെ പക്കൽ നിന്ന് വരുന്ന വചനങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പൊ ടെമ്പററി സൊല്യൂഷൻ അല്ല അതിൻ്റെ അകത്ത് ഉള്ളത്, ഒരു പെർപ്പച്വൽ സൊല്യൂഷനാണ് വരാൻ പോണത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകുന്നുള്ള ഒരു ഒറ്റ വാക്ക് മതി, എല്ലാത്തിൻ്റെയും താക്കോലാണത്. നീ എപ്പോൾ നോക്കിയാലും കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകണം. കുർബാന കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ കുർബാന കഴിഞ്ഞു കുറച്ച് നേരം കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഭയങ്കരമായൊരു പ്രശ്നത്തിലൂടെ പോവുകയാണ്, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 6:68 എൻ്റെ അർത്ഥം. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിത്യജീവൻ്റെ വചനങ്ങൾ ദൈവം നിനക്ക് മാത്രം തന്നിരിക്കുന്നത്. അത് ദിവ്യകുർബാനയുടെ വലിയ ടോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് വരണത്. പിതാക്കന്മാർ മരുഭവിച്ചു, മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിലും ഞാൻ അവനിൽ വസിക്കുന്നു, സജീവനായ പിതാവിനെ അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്നു പറയുമ്പോൾ യഹൂദന്മാർ ശ്രോതാക്കൾ പറയും ഈ വചനം കഠിനമാണ്, ആർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും? അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ പോയി. അവരെ പിന്നെ ഒരിക്കലും കർത്താവിനോട് നടന്നിട്ടില്ല എന്ന് വചനം പറഞ്ഞിട്ട് പറയും. ഈശോ ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പത്രോസ് പറയുന്ന വാക്കാണ് 6:68 യോഹന്നാൻ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലോ. അതായത് നമ്മൾ ദിവ്യകുർബാന മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഒരു വചനമാണ് അവിടെ ഉള്ളത്. എന്താണ്? എന്തുകൊണ്ടാണ് നീ കുർബാന കഴിഞ്ഞിട്ടും വിട്ടുപോകാതെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നത്? അതിൻ്റെ വചനം 6:68. എന്താണ്? ഈ ഒരു പ്രതിസന്ധിയിൽ സന്ദേശം കിട്ടണില്ല, തീരുമാനമെടുക്കാൻ പറ്റണില്ല, എന്തിനൊന്നും അറിയത്തില്ല, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ കൂടെയാണല്ലോ. അപ്പം ദിവ്യകുർബാന ഈ വെറുതെ ഇരുന്നാൽ മതി. അങ്ങനെ പല ദിവസം ഇരിക്കുമ്പോൾ കർത്താവ് മനസ്സിലാകും, ഇവനോട് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവൻ പോകത്തില്ല, ഇവന് സീരിയസ് ആണെന്ന് മനസ്സിലാകും, ഇവൾ സീരിയസ് ആണെന്ന് മനസ്സിലാകും. അങ്ങനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ കൂടി ഈ സഹവാസം നമ്മളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷൈനി ബാബു. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ പാല എന്ന സ്ഥലത്തു നിന്നാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2023 മെയ് 22-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞാൻ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമായി അൾത്താരയിൽ രണ്ടാമത് നിർത്താൻ അനുവദിച്ചതിന് അമ്മയോട് കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങൾക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം ആ വണ്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരാളുടെ വണ്ടി കൂലിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വണ്ടി ഞങ്ങൾക്ക് ഇല്ലാതെയായി. കുറച്ച് സമയങ്ങളിൽ വണ്ടിയില്ലാതെ വീട്ടിലിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സിസ്റ്റർ വന്നു. സിസ്റ്റർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഈശോയിൽ സാധിച്ചു തന്നു. ഒരു പഴയ വണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അമ്മ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് ഒരു പുതിയ വണ്ടി തന്നെ തരണമെന്നായിരുന്നു. ഞങ്ങളത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ 3 പ്രാവശ്യത്തെ ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് അമ്മ തരുന്നതാണെങ്കിൽ എനിക്ക് ജപമാല റാലിക്ക് മുമ്പ് ഈ വണ്ടി ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ജപമാല റാലിക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഈ വണ്ടി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തത്. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി എന്നും രാവിലെ ജപമാല വണ്ടിയായിട്ടിരുന്ന് ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയോടും അമ്മയോടും പറയും, ഈശോയെ നീ ആയിരിക്കണമേ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത്, അമ്മേ നീ ആയിരിക്കണമേ ഈ വണ്ടിയിലെ ആദ്യത്തെ യാത്രക്കാരി എന്ന് പറഞ്ഞാണ് രാവിലെ ഈ വണ്ടി ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്.
ഒരു കുഴപ്പവുമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുമായിരുന്നു ബാബുച്ചേട്ടനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം. അപ്പം ഞാൻ മനസ്സിലോർത്തു, അമ്മേ ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ എന്തിനാ 2 ഉടമ്പടി ഒരു വീട്ടിൽ നിന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം എന്നോട് അമ്മ പറയും ബാബുച്ചേട്ടനെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞങ്ങൾ 7-ാം തീയതി ഇവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അമ്മ എന്നോട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അതിനു മുമ്പ് ഉടമ്പടി എടുക്കണമെന്ന്. ഞങ്ങൾ 2025 ഡിസംബർ 3-ാം തീയതി വന്ന് ബാബുച്ചേട്ടന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി. പക്ഷേ ഡിസംബർ 20-ാം തീയതി ആയപ്പോഴത്തേക്കും രാവിലെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷേ ഡിസംബർ 20-ാം തീയതി രാവിലെ ആയപ്പം കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ബുദ്ധിമുട്ട്, നേരെ നിൽക്കുവാൻ പറ്റുന്നില്ല, ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു. ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടർ ആദ്യമേ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഡോക്ടർ സംശയം പറഞ്ഞു, ക്യാൻസറാണോ, അസ്ഥികൾക്ക് ക്യാൻസറാണെന്ന് സംശയം പറഞ്ഞു. രണ്ടാമത് ഞങ്ങളോട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയങ്ങളിലൊന്നും നൂറ് നിൽക്കാനോ തന്നെ എണീറ്റിരുന്ന് ഭക്ഷണം വാരി കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് നിർത്തിയിരിക്കുന്ന ആളാണ്, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നോട്ടെ, ഞങ്ങൾക്ക് തരുന്ന സഹനങ്ങൾ സഹിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണേ എന്ന് ഞങ്ങൾ ഈശോയോടും അമ്മയോടും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നല്ല ധൈര്യത്തിൽ തന്നെ ഇരുന്ന് ഞാൻ അമ്മോട് പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ സഹിക്കും, പക്ഷേ എന്താണ് നീ തന്നെ തീരുമാനിച്ചോ, ഞങ്ങൾക്ക് തരുന്ന സഹനങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ അമ്മയുടെ മുന്നിൽ പറഞ്ഞു. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അസ്ഥികൾക്ക് ക്യാൻസറാണ്, അസ്ഥികളുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, എണീറ്റ് നടക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്, പതുക്കെ വീട്ടിൻ്റെ അകത്തുകൂടെ മാത്രം പതുക്കെ വടിയെ കുത്തിപ്പിടിച്ച് നടക്കുക, തട്ടാനോ മുട്ടാനോ ഒന്നും പറ്റത്തില്ല, അങ്ങനെ പറ്റിയെങ്കിൽ അസ്ഥികൾ ഒടിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ നിന്നോട് ആഗ്രഹം ചോദിച്ചു നീ ഞങ്ങൾക്ക് ഈ വണ്ടി തന്നു, ഈ വണ്ടി ഇങ്ങനെ മുറ്റത്ത് കൊണ്ടിടാനായിരുന്നെങ്കിൽ എന്തിനാ അമ്മേ നീ ഞങ്ങൾക്ക് തന്നത്, ഇത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ മനസ്സിൽ ഞാൻ എന്നും രാവിലെ പോകുമ്പോൾ ജപമാല വണ്ടിക്കകത്തിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ പ്രത്യാശയുണ്ട്, ഒരിക്കലും ഇങ്ങനെയൊരു അസുഖത്തിലേക്ക് അമ്മ ഞങ്ങളെ തള്ളിവിടത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഞാൻ നിന്നിലും ഈശോയിലും വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, എന്തായാലും ഞങ്ങൾ സഹിക്കാനുള്ള കൃപ മാത്രമേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഡോക്ടറെ കാണും, ടെസ്റ്റുകൾ നടത്തും. ആ സമയങ്ങളെല്ലാം ഡോക്ടർ പൂർണ്ണമായിട്ടും ബോൺ ക്യാൻസർ ആണെന്ന് സ്വീകരിച്ചു, ബോൺ മാരോ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞമ്മേ മെയ് 1-ാം തീയതി നിൻ്റെ ദിവസമാണ്, ആ ദിവസം ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ എനിക്ക് തരണം, ഈ വണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നും ബാബുച്ചേട്ടൻ്റെ ഈ അസുഖം ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നീ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ടും ടെസ്റ്റുകളുടെ റിസൾട്ടും ഏപ്രിൽ 29-ാം തീയതി കിട്ടി. ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഇപ്പം ഇതൊന്നും കാണുന്നില്ലല്ലോ, ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു, ഇപ്പം അസ്ഥികൾക്കൊക്കെ നല്ല ഒരു ബലം വന്നിട്ടുണ്ട്, പുള്ളിക്കാരന് വണ്ടി ഓടിക്കണമെങ്കിൽ ഓടിക്കാം, ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണവും ഇതിനകത്ത് കാണിക്കുന്നില്ല. നേർച്ച വസ്തുക്കൾ ഞാൻ മെയ് 23-ാം തീയതി 2023 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങൾ എന്നും രാവിലെ അച്ഛനെ പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നെറ്റിയെ കുരിശ് വരച്ച് ഉപ്പും തേനും കഴിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ആദ്യം അതാണ് ഞങ്ങളുടെ ഭക്ഷണം. അതുപോലെ ഈ നേർച്ച വസ്തുക്കൾ തൈലം നട്ടലേലും കാലേലും വേദനയുള്ള എല്ലാ ഭാഗങ്ങളിലും ഞാൻ പൂശി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അമ്മോട് പറയും, അമ്മ ഇതാണ് ഞങ്ങളുടെ മരുന്ന്. പിന്നെ ഞങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണ സൗഖ്യം നൽകി നീ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു, ഒരിക്കലും ഇങ്ങനെയൊരു രോഗം നീ തരികയില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പിന്നെ ബാക്കി എന്താണോ നിൻ്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഒത്തിരി കരയുമായിരുന്നു. ഞാൻ ആരുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കില്ല, എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ഒത്തിരി സമയം ചെലവഴിക്കും. ഞാൻ ബൈബിൾ വായിക്കും. അതുപോലെ ബാബുച്ചേട്ടന് മണിക്കൂറുകളോളം ബൈബിൾ വായിക്കുമായിരുന്നു. എണീറ്റിരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ കിടന്നു കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അമ്മേ നീ ഇത്രയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന മകളല്ലേ അമ്മേ, നീ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിടല്ലേ അമ്മേ. അപ്പോഴൊക്കെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ ദൈവം ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വിടിയല്ല. പിന്നെ സഹനങ്ങൾ ദൈവം നമുക്ക് സഹിക്കാൻ പറ്റുന്ന സഹനങ്ങളെ തരുവുള്ളെന്നും എനിക്കറിയാം. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം നമുക്ക് സഹനങ്ങളിൽ കൂടെയാണ് നമ്മൾ ദൈവത്തെ നേടേണ്ടതെന്നും എനിക്കറിയാം. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷെ ഞാൻ ഈ 3 വർഷക്കാലം ഇന്ന് വരെ എൻ്റെ ദൈവത്തിൻ്റെ നാമം അല്ലാതെ വേറൊരു നാമം എൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വരികയില്ല. ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ ഈ ദൈവത്തിൽ തന്നെ ഉറച്ച് വിശ്വസിക്കും. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും ഉടമ്പടിയിൽ ഞങ്ങൾ മരണത്തോളം ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് 29-ാം തീയതി ഡോക്ടർ ഇത് പറഞ്ഞു. അപ്പം മെയ് 1 ഞാൻ അമ്മോട് ചോദിച്ച ദിവസമാണ്. ആ ദിവസം അമ്മ എനിക്ക് ഉത്തരം തന്നു, അസുഖങ്ങളൊന്നുമില്ല, ഈ വണ്ടി ഇവൻ തന്നെ ഓടിക്കും, കൊണ്ട് നടക്കുമെന്ന് അമ്മ ഉറപ്പ് തന്നു. പക്ഷേ മെയ് 1-ാം തീയതി എൻ്റെ അമ്മയുടെ മുന്നിൽ ഓടി വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത്രയും ദിവസം നീണ്ടുപോയെന്ന് ഞാൻ അമ്മോട് ക്ഷമ പറയുന്നു.
പെറ്റ് സ്കാൻ എടുത്തു, CT സ്കാൻ, MRI സ്കാൻ എടുത്തു, ബോൺ മാരോ ചെയ്തു. ഇത് ഡോക്ടർ ആദ്യം നോക്കിയപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് 80% തന്നെ ഇത് 2ാം സ്റ്റേജിലായിട്ടുണ്ട്. അസ്ഥികളിലെല്ലാം കറുപ്പ് വീണിട്ടുണ്ട്. ഇത് അസ്ഥികളെല്ലാം പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർ ഇത് ലാസ്റ്റത്തെ സ്കാൻ ചെയ്തപ്പം എന്നോട് പറയുന്നത് അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതിനകത്ത് ഒന്നും കാണാനില്ല, ഇതിപ്പോൾ അസ്ഥികൾക്കൊക്കെയാണെങ്കിൽ നല്ല അന്നത്തെ അതൊന്നും കാണാനില്ല, അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് 100% അറിയാം. ഒരിക്കലും മരുന്നോ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ എൻ്റെ ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ നിൽക്കാനോ എണീറ്റ് തന്നെ നിൽക്കാനോ നേരെ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അമ്മയുടെ അടുത്ത് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയണമെന്നാണ് ചേട്ടൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ വന്ന് വണ്ടിയും കൊണ്ടുമാണ് വന്നത്. നാളെ മുതൽ അമ്മയോട് വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് നാളെ മുതൽ ആ വണ്ടി ഓടിക്കാൻ ഞങ്ങൾ ഭാവത്തിനും പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ ആ പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ ഞങ്ങൾക്ക് ആ വണ്ടി എടുക്കാൻ സാധിച്ചതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ആ സിസ്റ്ററിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ഞങ്ങൾക്ക് പലരോടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാണ് ഞങ്ങൾക്ക് വണ്ടി തന്നത്. ഞങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം. ഓരോ നിമിഷവും എൻ്റെ കൂടെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഉത്തരം തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അസുഖം ഇങ്ങനെ തന്നപ്പോൾ ഞാൻ ഓർത്തു. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് മുമ്പേ തന്നെ എൻ്റെ അമ്മയെ അറിഞ്ഞു ഇങ്ങനൊരു അസുഖം ബാബുച്ചേട്ടന് വരുന്നുവെന്ന്. അതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഓർപ്പിച്ചത് ബാബുച്ചേട്ടനെ ഉടമ്പടി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അമ്മ ആഗ്രഹിച്ചത്. അമ്മയുടെ കൂടെ ഉടമ്പടിയിലായിരുന്നപ്പോൾ അമ്മ ആ വന്ന രോഗം അമ്മ എടുത്തു മാറ്റി. അത് ഇപ്പം ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതുള്ളൂ. 2ാമത്തെ ഉടമ്പടി അടുത്ത മാസം 16-ാം തീയതിയാണ് ബാബുച്ചേട്ടനെ പുതുക്കേണ്ടത്. അതിന് മുമ്പേ തന്നെ പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു. ഞങ്ങൾ പത്രം മേടിച്ചോളൂ, ബാബുച്ചേട്ടൻ ഏറ്റു വന്ന് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബാബുച്ചേട്ടൻ കൊടുക്കണ്ട, ഞാൻ ഈ പത്രം കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഒരു സമയത്ത് എന്നോട് പറഞ്ഞു, ഷൈനി ഞാൻ ഈ പത്രം കൊടുക്കാമെന്ന് പറഞ്ഞ ആ മേലാത്ത അവസ്ഥയിൽ ആ പത്രം ആ വെയിലത്തൂടെ നടന്ന് ബോൺമാര ടെസ്റ്റ് നടത്താൻ തലേദിവസം ബാബുച്ചേട്ടൻ കൊണ്ടു നടന്ന് കൊടുത്തു. അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ബാബുച്ചേട്ടൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകില്ല എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം ടെസ്റ്റുകൾ നടത്തി. പക്ഷേ ഞാൻ ഇന്നും എപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഓരോ സമയങ്ങളിലും മനുഷ്യരെയല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നത്. എല്ലാ സമയങ്ങളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മരണാവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉടമ്പടിയിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കാരുണ്യ പ്രവൃത്തി എനിക്ക് പറ്റുന്ന പോലെ ആർക്കെങ്കിലും അസുഖം എന്നൊക്കെ പറയുന്നവർക്ക് എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ആശുപത്രികളിൽ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്നോട് ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എനിക്ക് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതിലപ്പുറം ഞാൻ അവരോട് സംസാരിക്കും. പിന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും എന്നോടും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ പ്രതികരിക്കും. ഞാൻ പറയും എൻ്റെ അമ്മയെ അറിഞ്ഞു വേണം നിങ്ങൾ സംസാരിക്കാമെന്ന് പറയും. പിന്നെ ഞാൻ രാവിലെ 5:30 ഞങ്ങൾ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജപമാല ചൊല്ലും. പറ്റുമ്പോൾ ഫുൾ ജപമാല ചൊല്ലും, ഇല്ലെങ്കിൽ ഒരു ജപമാലയെങ്കിലും ചെല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. അതുപോലെ ബൈബിൾ ഞങ്ങൾ 2 പേരും വായിക്കും. ഞങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തെ വിളിക്കും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. എനിക്ക് ഏത് സമയം എപ്പോൾ കിട്ടിയാലും ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ വാതോരാതെ പറയും. എനിക്കതാണ് ഏറ്റവും സന്തോഷം. ഈ മരണാവസാനം വരെ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഉടമ്പടി ജീവിക്കാനും എൻ്റെ അമ്മയെ അറിയാനും വചനം എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും കൃപകളും തന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമാക്കി അൾത്താരയിൽ ഒന്നും കൂടെ നിർത്തുവാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് രാജൻ, ഇതെൻ്റെ ഭാര്യ അജിത, മകൾ ജ്യോതിക. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് നിന്ന് വരുന്നു. 9 പ്രാവശ്യം പുതുക്കി. ഈ ഇടവേളയിൽ ഞങ്ങൾക്ക് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അതിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം 10 വർഷമായിട്ട് വിൽപ്പന നടക്കാതിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയതിലാണ്. എൻ്റെ ഭാര്യയുടെ വീതത്തിൽ ഇടുക്കി ജില്ലയിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് പൊൻകുന്നത്തുമാണ്, കോട്ടയം ജില്ലയിലാണ്. ആ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് 10 വർഷമായിട്ടും വിൽപ്പന നടക്കുന്നില്ല. അവിടുത്തെ സമീപവാസികൾക്ക് ആ സ്ഥലം വേണം, പക്ഷെങ്കിൽ അവർക്ക് വേണ്ടുന്ന വില തരാൻ സാധിക്കുകയില്ല. ആ കാരണത്താൽ അത് വിൽപ്പന നടക്കാതെ 10 വർഷം ഇങ്ങനെ കിടന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. സ്ഥലത്തിൻ്റെ ആധാരം ഇവിടെ കൊണ്ടുവന്ന് ജോസഫിനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങി. അച്ഛൻ അമ്മയുടെ കാശുരൂപം തന്ന് അത് ആ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചു. പരിശുദ്ധ ഉപ്പ് തളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മാസം ആദ്യവാരം കുറച്ച് സ്ഥലം വിറ്റു. അതിനുശേഷം
ബാക്കി സ്ഥലം ഈ മാസം ആദ്യവാരം വിൽപ്പന നടന്നു. അത് അടുത്ത മാസം ഈ ആഴ്ച തന്നെ എഴുതുകയാണ്, അടുത്ത ആഴ്ച എഴുതുകയാണ്. ഈ കാര്യം സാധിച്ചത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി വീണ്ടും പറയുന്നു. അടുത്ത സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ്. ഞാൻ 40 വർഷമായിട്ട് മദ്യപിക്കുന്നയാളാണ്. ഞാനൊരു എക്സർവീസ്മാനാണ്. എനിക്ക് മദ്യം കിട്ടാനുള്ള സോഴ്സ് ഉണ്ട്. അത് കാരണം ഞാൻ ശരിക്കും അങ്ങ് മദ്യപിച്ചു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഒരുക്കത്തിനായി 2 ദിവസത്തേന് മദ്യപാനം ഉപേക്ഷിച്ചിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇന്ന് വരെ ആ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി പോലും മദ്യപിക്കാതെ എന്നെ അമ്മയും തിരുക്കുമാരനും മുന്നോട്ട് നയിക്കുന്നു. മദ്യപിക്കാതിരുന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി. എനിക്കിപ്പോൾ ഒരു തുള്ളി പോലും മദ്യപിക്കണമെന്നൊരു ആഗ്രഹമേ ഇല്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് 1 മാസം വരെയൊക്കെ നീണ്ടുപോകുള്ളായിരുന്നു. ആ സമയത്ത് മാനസികമായിട്ട് വളരെ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു അനുഭൂതിയാണ് എനിക്കുള്ളത്. അതേപ്പറ്റി ഒരു ചിന്തയിൽ ഞാൻ 1 വർഷം കഴിഞ്ഞാണ് അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ കയറി വരുന്നത്, മദ്യപിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നേ ഇല്ല. അത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. കൊടാനുകോടി നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത സാക്ഷ്യം പറയാനുള്ള എൻ്റെ ഭാര്യ. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അജിത. എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് പറയാനുള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ നട്ടലിന് പ്രശ്നമായിരുന്നു. ഡിസ്ക് തെന്നിയിട്ട് എനിക്ക് ബസ്സിൽ കയറിയൊന്നും കുറച്ച് സമയം ഇരിക്കാനോ യാത്ര ചെയ്യാനോ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ വീട്ടുപണി എടുക്കുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ആദ്യത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞ് അതിന് ശേഷം എനിക്ക് ഇന്ന് വരെ ആ നട്ടിൽ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ കൈ മൊത്തം ചൊറിഞ്ഞ് അങ്ങനെ റെഡ് കളറിൽ കിടക്കുകയായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ സ്ഥലം വിൽപ്പനയായിട്ട് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ എന്തോ എന്നോട് ചോദിക്കുകയും ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുകയും എൻ്റെ ഒരു നിമിഷം നിൽക്കുക എൻ്റെ കയ്യിൽ എന്നിട്ട് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവഴി എൻ്റെ കയ്യിൽ ആ പാടൊക്കെ പോയെന്ന് പോലും അറിയത്തില്ല. ചൊറിച്ചിലും പൂർണ്ണമായി സുഖപ്പെട്ടു. പിന്നെ എനിക്ക് പറയാനുള്ള, ഒരു ദിവസം അടുക്കളയിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ തിളച്ച എണ്ണ കയ്യിൽ വീണു. കുറേ ഭാഗം പൊള്ളിയിട്ട് പൊങ്ങിയൊന്നുമില്ല. അതിന് മുമ്പേ ഞാൻ ഓടിച്ചെന്ന് തൈലം എടുത്ത് പൂശി അതോടുകൂടി ഒരു പാട് പോലുമില്ലാതെ അത് സുഖപ്പെട്ടു. അത്രയും രോഗസൗഖ്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജ്യോതിക. ഞാൻ ഡിസംബർ 14, 2023 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ഞാൻ പഠിത്തത്തിന് ഭയങ്കര പുറകോട്ടായിരുന്നു. മോഡൽ എക്സാം എല്ലാം സ്കൂളിൽ ഇടുമ്പോൾ ഞാൻ ഫെയിൽ ആവുക മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ ബോർഡ് എക്സാം വന്നു. ഞാൻ ബോർഡ് എക്സാമിന് പോകുമ്പോഴത്തേന് നേർത്തവസ്ഥമായ തൈലവും തേച്ച് ഉപ്പുമായിട്ടാണ് എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം തന്നെ വിശ്വാസപ്രമാണവും നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വർഗസ്നായം ചൊല്ലിയിട്ട് മാത്രമേ ഞാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും വായിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഉപ്പ് ഇടുകയും ആൻസർ ഷീറ്റ് ഉപ്പിടുകയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതുകയും കൃപാസന അമ്മ എന്ന് എഴുതിയിട്ട് അമ്മയ്ക്ക് ഇത് ഏൽപ്പിക്കുകയാണ്, അമ്മയാണ് എൻ്റെ പേപ്പർ നോക്കുക എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. പരീക്ഷ നല്ല പാടായിരുന്നു. എക്സാമിന് ഞാൻ ജയിക്കുമെന്ന് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും ചിന്തിച്ചതല്ല. തോക്കുന്നത് തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെയൊക്കെ എക്സാം റിസൾട്ട് വന്നു. ഞാൻ CBSE പഠിച്ചത്. തോക്കും എന്ന് വിചാരിച്ച എനിക്ക് 0% മെറിറ്റുള്ള എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒറ്റ ഇതിൽ 75% മാർക്കോടെ കൂടെ ഞാൻ പാസ്സായി. പിന്നീടുള്ള അഡ്മിഷനാണെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് പോലെ തന്നെ എനിക്ക് വന്നു തുടങ്ങി കോളേജിൻ്റെ അഡ്മിഷന്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് കോളേജ് കിട്ടുകയും ചെയ്തു. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ BCA സ്റ്റുഡൻ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിനാണെങ്കിലും സെമ്മാസാമിനുള്ള ഒരു കുഴപ്പമില്ല. എപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. എല്ലാ എക്സാമിനും തോക്കുമെന്ന് എപ്പോഴും കഴിയുന്ന എല്ലാ എക്സാമിനും അമ്മ എന്നെ പാസ്സാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് 10-12 വർഷമായിട്ട് ടോൺസിലുണ്ട്. എനിക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു തണുത്ത ഒരു വസ്തു എനിക്ക് കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്ക് ടോൺസിൽ പിടിക്കും. ചോറുണ്ണാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒരുപാട് ആയുർവേദമൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാളത്തേന് പോവും, പിന്നെ അത് തിരിച്ചു വരും. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ചത് തൈലം പറ്റി ഉപ്പും തേച്ച് എൻ്റെ തൊണ്ടയെ പറ്റി പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്ക് ടോൺസിലൈറ്റീസ് ഉണ്ടായിട്ടേ ഇല്ല. ഈ ചെറുതും വലുതുമായ 1000 അനുഗ്രഹങ്ങൾക്ക് അമ്മയോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ലോണ്
BCAക്ക് ലോൺ പഠിക്കാൻ വേണ്ടി ലോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആദ്യം അപ്ലൈ ചെയ്തു, റിജക്റ്റായി. 1 വർഷത്തേന് കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയ ശേഷം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ 3 ദിവസത്തിനുള്ളിൽ എനിക്കത് ലോൺ പാസ്സാക്കുകയും ഫുൾ തുക ഒരുമിച്ച് അടയ്ക്കാൻ പറ്റുകയും ചെയ്തു. എല്ലാത്തിനും അമ്മമാരനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എനിക്കിവിടെ ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്ന ടൈമിൽ ആദ്യം എനിക്ക് അറിയത്തില്ലെങ്കിൽ 18 വയസ്സായാലേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അവർ ചോദിച്ചു, എനിക്ക് 18 വയസ്സ്. കറക്റ്റ് അന്ന് എനിക്ക് 18 വയസ്സ് തികയായിരുന്നു. ഡിസംബർ 14 എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഞാൻ അത് കരുതുന്നത്. ഈ സന്നിധി എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വരാൻ കഴിഞ്ഞത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ പ്രേക്ഷകപരമായിട്ട് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും, എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യും. സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കിട്ടിയപ്പോൾ തന്നെ കഴിഞ്ഞ മാസം വന്ന് 100 കെട്ട് പത്രം വാങ്ങി എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്തിരുന്നു. 2 നേരവും പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും അറ്റൻഡ് ചെയ്യും. സമയത്ത് തന്നെ, കറക്റ്റ് സമയത്ത് തന്നെ 5:30 തന്നെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കും, പിന്നെ ജപമാല ചൊല്ലും. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞങ്ങൾ കുർബാന കൂടാറുണ്ട്. കുർബാന സ്വീകരിക്കാറില്ല, ഞങ്ങളൊക്കെ രജിസ്റ്ററാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് സ്വീകരിക്കാറില്ല. പക്ഷേ പള്ളിയിൽ പോയി കുർബാന കൂടാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയി രോഗികളെ കാണും, അവരെ ആശ്വസിപ്പിക്കും, അവർക്കടെ രോഗശാന്തിക്കായി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് വൃക്ഷയാതിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പാലായിൽ മര്യാദസദനം എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ കിടപ്പ് രോഗികളും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. അവിടെ പോയി അവരെ കിടപ്പ് രോഗികളെ കുളിപ്പിക്കുകയും അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യും. ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിക്കും. മത്തായി ശ്ലീഹയുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ ശീലോഹാക്കുളമാകും. ഇവിടെ എങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂടാരമായിട്ട് കൃപാസനം മാറുന്നതെന്നും എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന, എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് ശിമയോൻ ദീർഘദർശി പ്രവചിച്ചതുപോലെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ഈ അൾത്താരയിൽ അവതരിക്കുമാറ് ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ പറയപ്പെടുന്നതെന്ന് നാം ശ്രദ്ധിക്കണം. ഇന്ന് രാജൻ എന്ന മകനും അദ്ദേഹത്തിൻ്റെ വൈഫും മകളും 3 പേരാണുള്ളത്. 3 പേരും ഉടമ്പടി എടുത്ത മക്കളാണ്. ഉടമ്പടി എടുത്ത് അവരോരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുന്നു. തങ്ങൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനൊന്നും കടപ്പെട്ടവരല്ല, എന്നാൽ അതിനും അവർ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥ വായന, അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം. 10 വർഷമായ തങ്ങളുടെ സ്ഥലം വിൽപ്പന നടക്കാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ ബ്ലസ് ചെയ്ത് വിടുന്നു. പിന്നീട് സ്ഥലത്തിന് ആദ്യത്തെ അഡ്വാൻസ് കിട്ടുമ്പോൾ തന്നെ 100 കെട്ട് കൃപാസന പത്രമാണ് ഈ മക്കൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ അതെല്ലാം അപ്പോൾ എത്രയോ മക്കൾക്കാണ് ഇവർ ദൈവത്തെ കൈമാറുന്നത്. ഈ ദൈവത്തെ കൈമാറുന്നവരുടെ അടുത്തേക്കാണ് തീർച്ചയായും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും, ക്രിസ്തുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അതാണ് ഉടമ്പടിയുടെ ധർമ്മമായിട്ട് ഓരോ മക്കളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ തങ്ങളോട് എന്തെല്ലാമാണോ ഉടമ്പടിയിൽ തങ്ങൾ ചെയ്യേണ്ടത് അതെല്ലാം ഏറ്റവും വിശ്വസ്തമായും സത്യസന്ധമായും ചെയ്യുന്നു. ഇന്ന് ഈ കുടുംബം സന്തോഷത്തോടെയാണ് ഇവിടെ വന്ന് നിൽക്കുക. രോഗസൗഖ്യം കിട്ടിയതിൻ്റെയും തങ്ങൾക്ക് വർഷങ്ങളായിട്ട് വിറ്റുപോകാത്ത തങ്ങളുടെ സ്ഥലം വിൽപ്പന നടന്നതിൻ്റെയും തനിക്ക് 40 വർഷത്തോളമായിട്ടുള്ള മദ്യപാനം, അതിൽ നിന്ന് മോചനം ലഭിച്ചതിൻ്റെയും ഇപ്പോൾ 2.5 വർഷമായി ഈ മകൻ മദ്യപിക്കുന്നില്ല. തനിക്ക് എന്തോ അളവില്ലാത്ത രീതിയിലുള്ള
എന്തെന്നില്ലാത്ത രീതിയിലുള്ള ഒരു സമാധാനമാണുള്ളതെന്നാണ് പറയുക. സമാധാനവും സന്തോഷവും. തനിക്ക് ഇതിനു മുൻപ് താൻ മദ്യപാനം നിർത്തുവാൻ നോക്കുമ്പോഴൊക്കെ തനിക്ക് ഒത്തിരിയേറെ പിരിമുറുക്കങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ല. ഇന്ന് താൻ മദ്യപാനം നിർത്തിയെന്ന് പോലും അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് പറയുക. 1 വർഷം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദൈവത്തിൻ്റെ അനുകമ്പ നേടുവാനായിട്ട് നാം കേട്ട തിരുവചനം പോലെ അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. കർത്താവിന് അനുകമ്പ തോന്നുന്ന മക്കളായിട്ട് നാം ഇവിടെ ആയിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലം ഒരു ബെത്സൈദ കുളമാണ്. ബെത്സൈദ കുളക്കരയിലെ രോഗി എങ്ങനെയാണോ രോഗശാന്തി നേടിയത്, ആരുമില്ലാഞ്ഞിട്ടും കർത്താവ് അവനെ കണ്ടു. നീ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്നവൻ പറയുമ്പോൾ അവൻ്റെ മേൽ അലിവ് തോന്നുന്ന കർത്താവ്, അലിവ് തോന്നിയ കർത്താവ്, അവനെ തൊട്ട കർത്താവ് ഇന്ന് ഈ കൃപാസന കൂടാരത്തിൽ നമ്മോടൊപ്പമുണ്ട്, ഓരോ ഭവനത്തോടൊപ്പമുണ്ട്. നാം ചെയ്യേണ്ടതൊന്നു മാത്രം, ഉടമ്പടിയിൽ വിശ്വസ്തരും സത്യസന്ധരുമാകണം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി പറയാം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് ആദ്യമേ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് സുധി എന്നാണ്. എൻ്റെ ഹസ്ബൻഡാണിത് സജിത്ത്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ മകൾ ശിവഗംഗ കൃപ. ഞാനിവിടെ ആദ്യമായി വരുന്നതിന് വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ കാരണങ്ങളാൽ എനിക്ക് ഇങ്ങോട്ട് എത്തിപ്പെട്ടാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുമ്പോഴെല്ലാം എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ആൾ തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടങ്ങളും ബാധ്യതകളും കാരണം ആൾ വിദേശത്ത് ജോലിക്ക് പോയി 1 വർഷമായപ്പോഴേക്കും പെട്ടെന്ന് പുള്ളിക്ക് വയറിന് ഒരു അസ്വസ്ഥത വന്നു. ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്യണം, സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ആൾ പോകുന്നത് വിദേശത്ത് ഒരു ദ്വീപിലാണ്. അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും അത്ര ഇതല്ല. അത് കാരണം ആൾ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും എന്താണിത്, എന്തിനുള്ള കാരണം, ആളെ കണ്ടാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് സ്കാനും എൻഡോസ്കോപ്പി എല്ലാം ചെന്നപ്പോൾ അവിടെ ചെന്ന് കിട്ടിയ റിസൾട്ട് കേട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു മനുഷ്യത്വപരമില്ലാത്ത രീതിയിൽ ഞങ്ങൾ മുഖത്ത് നോക്കി അതും കൂടെ പറഞ്ഞപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയെന്ന് ഞങ്ങൾ തകർന്നു പോയി. സത്യത്തിൽ അതിൽ പറഞ്ഞ ചെറുകുടലിൽ ഒരു ചെറിയ തടുപ്പുണ്ട്. അതെന്താണ്, അതിനുള്ള കാരണമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ബയോപ്സിക്കൊന്ന് വിടാം, ക്യാൻസറിൻ്റെ എങ്ങാനും തുടക്കമാണോ എന്നൊരു ഒരു തോന്നലുണ്ട് എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞു. കാരണം ഒരു വയറുവേദനയായി ചെന്ന് ഞങ്ങളത് കേട്ടത് തകർന്നു പോയി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞെന്നാൽ ശരി ബയോപ്സിക്ക് വിടാം, റിസൾട്ട് എന്താണെന്ന് അറിയില്ല. അതും കേട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇത് എവിടെ പോകണം, ആരെ വിളിക്കണം, ആരാണ് ഒരു ആശ്രയം എന്നുള്ള ഒരു ചിന്തയും തോന്നലും എല്ലാം. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വെളുപ്പം കാലത്ത് അറിയില്ല ഇങ്ങോട്ടേക്ക് വരാൻ കൃപാസനം ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് പേര് വന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം സാക്ഷ്യം പറയുന്നതെല്ലാം മൊബൈലിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. പത്രവും എനിക്കിതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വരാൻ നോക്കിയിട്ട് സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ എന്തോ ഇവിടെ എത്തി താമസിച്ചാണ് ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് വന്ന ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഉടമ്പടി കഴിഞ്ഞിറങ്ങി. അപ്പോൾ ആദ്യമായിട്ട് വന്നതല്ല, ഈ റിസൾട്ടും കൊണ്ടാണ് വന്നപ്പോഴത്തേക്കിന് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം, അനുഗ്രഹിക്കുവാണെങ്കിൽ അസുഖങ്ങളൊന്നും വരില്ല, രക്ഷപ്പെടും എന്നൊക്കെ മനസ്സിലൊരു തോന്നൽ വന്നു. അപ്പോൾ അറിയില്ല. അപ്പോൾ ഇവിടെ കണ്ട ഒരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഓഫീസിലൊന്ന് കാണിച്ചു നോക്കുക, ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. ആദ്യമായിട്ട് വന്നൊരു ഉടമ്പടി എടുത്ത ഒരാളിനെ ഒരിക്കലും കാണാൻ പറ്റില്ല, ഇവിടെ വരത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണെന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ആ റിസൾട്ടിൻ്റെ ഒരു കോപ്പി എടുത്ത് ഓഫീസിലൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് കാണിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് അപ്പോഴേക്കും ഒരു പച്ച ടോക്കൺ എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് ചെല്ല്, ഇപ്പോൾ ഫാദർ പോകും, അതിനു മുമ്പ് കണ്ട് അനുഗ്രഹം മേടിക്കാം, പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. വിശുദ്ധ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു ചെറിയ കാശുരൂപം കയ്യിൽ കൊടുത്ത് ഞാനിവിടെ നിന്ന് എനിക്കറിയില്ല, ഞാൻ ഈ നടയിൽ നിന്ന് കരയുമായിരുന്നു. കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാണ്. ഇത് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റിസൾട്ടിലാണ് ഞങ്ങളെ ജീവിതം ഇരിക്കുന്നത്. എന്താണ്, ഒരു കുഞ്ഞില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് നടന്ന് അലഞ്ഞ് കടവും ബാധ്യതകളും കയറിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അത് അടുത്ത ഒരിത്, പിന്നെ ഞങ്ങൾക്ക് വേറൊരു ആശ്രയമില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇതുപോലെ
അച്ഛനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മുമ്പ് വന്നിട്ടുള്ള പുള്ളിയുടെ ഒരു ചേച്ചി പറഞ്ഞു അത് ആദ്യത്തെ സംഭവമാണല്ലോ, ആദ്യമായിട്ട് ഒരാൾ ഉടമ്പടി എടുത്ത ആളിന് ഇത് എങ്ങനെ സാധിച്ചു എന്നാ ചേച്ചി ഞങ്ങളോട് ചോദിച്ചത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു തടുപ്പേ ഉള്ളൂ, അല്ലാതെ അതിൽ വേറെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ആ റിസൾട്ടിന് ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞു. ആൾ 1 മാസത്തേക്കാണ് വന്നത്. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പോകില്ല, അല്ലെങ്കിൽ തിരിച്ചു പോകാമെന്ന്. ആ റിസൾട്ട് വന്ന് അത് അറിഞ്ഞതിന് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞ് ഉടമ്പടിക്ക് വേണ്ട മെഴുകുതിരിയും എല്ലാം വാങ്ങി ഞാൻ പോയി. ഹസ്ബൻഡ് അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞ് പൈസ അയക്കുമ്പോൾ മാതാവിനെ വന്ന് കാണാം, ഇവിടെ വരെ വരണം. എൻ്റെ വീട് കൊല്ലം അഞ്ചലാണ്, അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരമാണ്, എന്നാലും സുഖമില്ലാത്ത അമ്മയായിട്ട് ഇവിടെ വരണം എന്നൊക്കെ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയ ആളാണ് ഞാൻ. എൻ്റെ ഉടമ്പടിയിൽ രണ്ടാമതായി ഞാൻ വെച്ചൊരു കാര്യം, ഞങ്ങൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഒരിക്കൽ ഞാനൊന്ന് പ്രഗ്നൻ്റായി. പക്ഷേ അത് 6 മാസമായപ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു 5 വർഷം 6 വർഷം ആവാറായപ്പോഴത്തേക്കിനും പിന്നെ ഇനി പോകാൻ സാമ്പത്തികമില്ല. നമ്മളെ കേരളത്തിലെ ചികിത്സാ രീതിയും പൈസയുടെ ചിലവൊക്കെ അറിയാമല്ലോ. അപ്പം ലാസ്റ്റ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് IVF ചെയ്യാൻ പറ്റുള്ളൂ, ചെറിയ കുഴപ്പങ്ങൾ 2 പേർക്കും ഉണ്ട്, അതുകൊണ്ട് IVF ചെയ്താൽ മാത്രമേ കുഞ്ഞാവും. IVF ചെയ്യണം, അതിൻ്റെ തുടർന്ന് പിന്നെ ബെഡ് റെസ്റ്റ് ആയിരിക്കും, അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം. ഇതിനൊന്നുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതാണ് അന്ന് ഗൾഫിൽ പോയത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. റിസൾട്ട് പറഞ്ഞ ആൾ 1 മാസമായപ്പം പോയി. 1 മാസം കഴിഞ്ഞ് ഉടമ്പടിയിലെ ചുരുക്കം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു. സമയ ചുരുക്കം അമ്മയുടെ 1.5 മാസമായി. ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുവാണ് അമ്മയോട്. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി പ്രഗ്നൻ്റ് ആണോ അല്ലയോ. അങ്ങനെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കി. അമ്മയും ഞാനും മാത്രമേ അറിഞ്ഞോളൂ ഇത്. അതെനിക്ക് വിശ്വസിക്കാനും പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് ആളത് വിശ്വസിക്കുന്നില്ല, ചുമ്മാതായിരിക്കും. ഒരു മെഡിസിനോ ഇത്രയും വർഷം മെഡിസിനും മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും ഇഞ്ചക്ഷനുകളും എല്ലാം കയറി മടുത്ത് കടവും കയറി ഇരുന്ന ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ സത്യത്തിൽ അറിയില്ല എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ അവിടെ അമ്മമാതിനോട് കരഞ്ഞ ഹസ്ബൻഡിനോട് വിളിച്ച ആ കാര്യം ഞാൻ പറഞ്ഞിട്ട് പുള്ളി വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നിയായിരിക്കും നീ ഹോസ്പിറ്റലിൽ പോയി നോക്ക്, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ആവത്തില്ല. ഞാൻ അല്ല, ഉടമ്പടിയിൽ വെച്ചതല്ലേ, ചിലപ്പോൾ അമ്മ പെട്ടെന്ന് ഉടമ്പടി എടുത്തിട്ട് 1 മാസമല്ലേ ആയുള്ളൂ, ചിലപ്പോൾ ആയിരിക്കത്തില്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മാഡം സ്കാൻ ചെയ്തു, അമ്മനെ പ്രഗ്നൻസിയാണ്, യൂട്രസിൽ തന്നെയാണ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഏജ് 30 ആയത് കാരണം പേടിയാണ്, കുഞ്ഞിന് വല്ല പ്രശ്നങ്ങളുള്ള കുഞ്ഞായിരിക്കുമോ, എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും, ഇനി ബെഡ് റെസ്റ്റ് ആയിരിക്കുമോ എന്ന്. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തൈലവും ഉപ്പും തേനും എനിക്കറിയില്ല അതെന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ രാവിലെയും വൈകുന്നേരം പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ തന്നെ 3 മാസം എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഉടമ്പടി പുതുക്കാൻ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, ഇത്രയും ദൂരമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയിൽ 9 മാസവും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും രാവിലെ പ്രാർത്ഥിക്കുകയും തൈലം വയറ്റിൽ പുരട്ടുകയും ചെയ്യുമായിരുന്നു. 1 നുള്ളു ഉപ്പെങ്കിലും 1 ദിവസം കഴിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മാസം തികഞ്ഞ് തന്നെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് ഈ ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഒന്നും വന്നില്ല. ആളിവിടെ നിൽപ്പുണ്ടല്ലോ, നല്ല ആരോഗ്യത്തോടുകൂടി തന്നെയാണ്. പിന്നെ ഇന്ന് വരെ ഒരു ആഹാരത്തിനോട് അത് കഴിക്കാനോ, സാധാരണ അന്ന് അങ്ങനെ വന്ന പുള്ളിക്ക് എരിവോ പുളിവോ ഉപ്പോ ഒന്നും കഴിക്കരുതെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷേ ആളെല്ലാം കഴിക്കും, ഒരു കുഴപ്പം വന്നില്ല. ആൾ അവിടെ ഗൾഫിലാണെങ്കിൽ ഉപ്പും ഉടമ്പടി തൈലവും തേനും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞായി ഇപ്പോഴാണ് ഇവിടെ വരാൻ സാധിച്ചത്. കുഞ്ഞിനിപ്പോൾ 6.5 മാസമായി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തന്നത് എൻ്റെ അമ്മ മാതാവ് തന്നെയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി പത്രവിതരണം ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്കൊരു മടിയായിരുന്നു, കാരണം ഞാനൊരു ഹിന്ദുവാണ്. അപ്പം ഞാൻ ഈ പത്രം കൊണ്ട് വിതരണം ചെയ്യുമ്പോൾ ചിലർക്ക് വാങ്ങാനോ, ഹിന്ദുക്കളായ ആളുകൾ വാങ്ങാൻ മടിക്കുമായിരുന്നു. പക്ഷേ ക്രൈസ്തവരെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ അഞ്ചലെന്ന് പറയുമ്പോൾ ഇത്രയും ദൂരമായത് കാരണം ഇവിടം വരെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അന്ന് ഉടമ്പടിയിൽ ഇരിക്കെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണ്, 1.5 മാസമായി എനിക്ക് വയറുണ്ട്. അപ്പോൾ ചിലർ ഈ പത്രം വാങ്ങാൻ മടിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ വയറ് തന്നെ കാണിച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉടമ്പടി എടുത്ത് അമ്മയോട് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണിത്. അങ്ങനെയുള്ളപ്പോൾ ഈ പത്രം നിങ്ങൾക്കും വാങ്ങാം, നിങ്ങൾക്കും വിശ്വസിക്കാം, നിങ്ങൾക്കും അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ അന്നദാനത്തിന് അന്ന് ആ സമയത്ത് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അന്നദാനത്തിനുള്ള പൈസ ഇങ്ങനെ വയോജനങ്ങളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ സംഭാവന പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ അന്ന് സാധിക്കുകയുള്ളായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡ് രാവിലെയും വൈകുന്നേരവും കേൾക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു.
പിന്നെ വിശ്വാസ പ്രമാണം എനിക്ക് എപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും ഞാനത് എപ്പോഴും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. പിന്നീട് ആയപ്പോൾ അത് കാണാപ്പാടമായി മാറുകയും ചെയ്തു. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഉടമ്പടി ഒരു പുതുജീവനിലേക്കുള്ള ഒരു വിളിയാണ്. ദൈവകൃപയുടെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ശരത്കാല വൃഷ്ടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പലപ്പോഴും നാം ജീവിതത്തിൽ വരണ്ട നാളുകളിലൂടെ, അതായത് വരൾച്ചയുടെ നാളുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. കുടുംബ പ്രശ്നങ്ങളാവാം, കുഞ്ഞില്ലായ്മയാവാം, ജോലി ഇല്ലായ്മയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ എന്തു തന്നെ ആയാലും ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും വിശ്വാസ ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. വിശുദ്ധിയിലേക്കുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള വാതിലാണ് ഉടമ്പടി ജീവിതം നമുക്ക് തുറന്നു നൽകുന്നത്. ഉടമ്പടിയിൽ ജീവിതത്തിൻ്റെ വരണ്ട ഭൂമിയിൽ അനുഗ്രഹത്തിൻ്റെ നിലമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നിരാശയിൽ പ്രത്യാശയും, രോഗാവസ്ഥയിൽ സൗഖ്യവും, ഒന്നുമില്ലായ്മയിൽ നമ്മുടെ കുറവുകളിൽ നിറവാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നാം കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് സുധി സജിത്തും കുടുംബവും നമ്മളോട് പങ്കുവച്ചത്. ഹസ്ബൻഡിന് രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്ട്രൈറ്റ് അവേ ഡോക്ടർ പറഞ്ഞത് ചെറുകുടലിലെ തടിപ്പ്, ഒരുപക്ഷെ എന്തെങ്കിലും രോഗമായിരിക്കാം. അത് കേട്ടപ്പോൾ തന്നെ ഈ കുടുംബം തകർന്നു പോയി. സ്കാൻഡ്, എൻഡോസ്കോപ്പിയുടെ കോപ്പിയുമൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. റിസൾട്ടിലൊന്നും കാണരുതെന്നും നല്ലതായിരിക്കണമെന്നുമാണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചത്. വന്നപാടെ മരിയൻ ഉടമ്പടി എടുത്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എങ്ങനെയോ ഇവർക്ക് വന്നപ്പോൾ തന്നെ അച്ഛനെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചു. അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അച്ഛൻ സൈത്തും നൽകി പ്രാർത്ഥിച്ചു. അതിനുശേഷം മടങ്ങിപ്പോയി. എന്നും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പവുമില്ല. അതിന് നന്ദി പറയുന്നു. പിന്നീടാണ് 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥയിൽ തകർന്നുപോയ നിമിഷത്തിൽ കുഞ്ഞുമില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. കടം മാത്രം ബാക്കി. പക്ഷേങ്കിൽ ഒരു ഫലവുമില്ല. പല ട്രീറ്റ്മെൻറ്റിലും നല്ല എക്സ്പെൻസീവ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിനെല്ലാം പണം മുടക്കി. ഒരു പ്രാവശ്യം കുഞ്ഞ് അബോഷനുമായി. പിന്നീട് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് വീണ്ടും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഉടമ്പടിയെടുത്ത് 1.5 മാസത്തിനുള്ളിൽ ഈ മകള് പ്രഗ്നൻ്റ് പോസിറ്റീവായിട്ട് റിസൾട്ട് കണ്ടു. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. 8 വർഷവും 10 വർഷവും 7 വർഷവും ഒന്നും അമ്മയ്ക്ക് കുഴപ്പമില്ല. കാരണം കാനായിലെ വിവാഹ വിരുന്നിലെ കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞാണ്, അവരുടെ ആവശ്യവുമായിട്ടാണ് പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് ഈശോയുടെ അടുക്കൽ പോയത്. അവർക്ക് വീഞ്ഞില്ല. നമ്മുടെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടാണ് അമ്മ ഈശോയുടെ അടുക്കൽ പോയത്. ഈശോ അന്നേരം പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്നാണ്. അപ്പോൾ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. സമയമാകാത്ത സമയം ആക്കിയത് അമ്മയാണ്. അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ പറയുന്നത് ചെയ്യുമ്പോഴാണ് ആ സമയമാകാത്ത സമയമാക്കി തരുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും 7 വർഷമായിട്ട് കുഞ്ഞില്ലായിരുന്നു. പ്രാർത്ഥിച്ച് വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് വെറും 1.5 മാസം കൊണ്ട് ഒരു മരുന്നും കൂടാതെയാണ് ഈ മകൾ നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആയത്. ഇവിടെയും ഈശോയുടെ മമ്മിയുടെ ഒരു വലിയ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 7 വർഷത്തിനുള്ളിൽ ഈ മകൾ പ്രഗ്നൻ്റ് ആകാമായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൃപയാലാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഈ മകൾക്ക് ഈ കൃപ ലഭിച്ചത്, ഈ അനുഗ്രഹം ലഭിച്ചത്. ഈ കുഞ്ഞിനെ നൽകി ശിവഗംഗ കൃപ എന്ന മകളെ നൽകി.
ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അവിടെയെല്ലാം ഈശോയുടെ ഒരു കൃപ വന്നപ്പോഴാണ് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി IVF-ന് പോകണമെന്നായിരുന്നു ലാസ്റ്റ് ഡോക്ടർ നൽകിയ സജഷൻ. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതകളും കാരണം IVF-ന് പോയില്ല. പിന്നീട് ഉടമ്പടി തൈലം മാത്രമാണ് കയ്യിലുള്ളത്. എന്നും വയറ്റിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന ഫലമായിട്ടാണ് ഇന്ന് ശിവഗംഗാ കൃപയുമായിട്ട് അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഈ കുടുംബം വന്നിരിക്കുന്നത്. ഈ ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ